നമ്മൾ കണ്ടു ദാനിയേല് 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പാർസി രാജാവായ കോരശന്റെ 3-ാം ആണ്ടിലാണ്. നമുക്ക് ആ ചരിത്രഭാഗം അറിയാം. ബാബിലോൺ സാമ്രാജ്യത്തെ പിടിച്ചടക്കിയ പേർഷ്യരും അതുപോലെ മേദ്യൽ, ആ പേർഷ്യൻ രാജാവായ സൈറസ് അല്ലെങ്കിൽ കോരശൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 3-ാം വർഷമാണ്. ഈ സമയത്ത് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഇവിടെ നമ്മൾ 10-ാം അധ്യായത്തിൽ കണ്ടു, ദാനിയേല് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ, ഗബ്രിയേൽ ദൂതനെ ഈ വിഷയം പറഞ്ഞു കൊടുക്കാനായിട്ട്, ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ദൂതുമായിട്ട് ദൈവം അയക്കുന്നു. ഞാൻ ചുരുക്കി പറയട്ടെ, ഈ 21 ദിവസം കഴിഞ്ഞാണ് ദാനിയേലിന് ഈ വിവരം കിട്ടുന്നത്. നമ്മൾ അതിന്റെ 12-ാം വാക്യം നോക്കിയേ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. എന്നാൽ 13-ാം വാക്യം, പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. നോക്കുക, ദൈവം ദാനിയേലിന് ഇസ്രയേലിന് സംഭവിക്കുന്ന ഭാവി കാര്യങ്ങളെ ഗബ്രിയേൽ ദൂതനിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദാനിയേല് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ദാനിയേലിന്റെ പ്രാർത്ഥന 1-ാം ദിവസം തന്നെ സ്വർഗം കേട്ട് മറുപടി കൊടുത്തതാണ്. പക്ഷെ 3 ആഴ്ച കഴിഞ്ഞാണ്, 21 ദിവസം കഴിഞ്ഞാണ് ഈ ദൂത് ദാനിയേലിന്റെ അടുക്കൽ ചെല്ലുന്നത്. അതിന്റെ കാരണം ഉയരത്തിൽ, സ്വർഗത്തിൽ ഈ ഒരു വലിയ യുദ്ധം നടക്കുന്നു. ഞാൻ ഈ ഭാഗമാണ് കരുതിയത്. നമ്മൾ ഓർക്കണം, ഇതിനു മുമ്പും ഗബ്രിയേൽ ദൂതൻ ദൂതുമായിട്ട് വന്നിട്ടുണ്ട്. 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, 9-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം തന്നെ 8-ന്റെ 16-ഉം 9-ന്റെ 21-ഉം ദാനിയേലിൽ വായിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ നേരത്തെയും വെളിപ്പാടുകളുമായിട്ട് ദാനിയേലിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് ഗബ്രിയേൽ ദൂതനെ തടസ്സപ്പെടുത്തുന്നത്. ഈ തടസ്സപ്പെടുത്തുന്നത് ഒരു സാധാരണ ഒരു പൈശാചിക ശക്തിയല്ല. കാരണം ദൂതന്മാരുടെ പ്രാധാന്യതയുള്ള എന്ന് പറഞ്ഞാൽ, ദൂതന്മാരുടെ ഇടയിൽ തന്നെ പലവിധമായ ദൂതഗണങ്ങളുണ്ട്. പാട്ടുപാടുന്നവരുണ്ട്. ക്രിസ്തു ജനിച്ച സമയത്ത് ദൂതന്മാരുടെ ഒരു സംഘം പാട്ടുപാടിയായിട്ട് വായിക്കുന്നു. ദൂതന്മാരുടെ സംഘത്തിൽ പാട്ടുപാടുന്നവരുണ്ട്. ദൂതന്മാരുടെ സംഘത്തിൽ പ്രധാന ദൂതന്മാരുണ്ട്. മീഖായേലൊക്കെ പ്രധാന ദൂതന്മാരാണ്. ഇസ്രയേലിന് തുണ നിൽക്കുന്ന ഒരു ദൂതനാണ് മീഖായേൽ പ്രഭു. അതുപോലെ ഗബ്രിയേൽ ദൂതൻ, നമുക്കറിയാം, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മറിയ ഗർഭിണിയാണെന്നുള്ളതും അവളൊരു ഒരു 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 മശിയെ പ്രസവിക്കുമെന്നൊക്കെ ഉള്ളത് ലൂക്കോസ് 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതനാണ് വന്ന് മറിയോട് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഗബ്രിയേലാണ് സക്കറിയാവിന്റെ അടുക്കലും വരുന്നതെന്ന് ലൂക്കോസ് 1-ന്റെ വാക്യത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് ഒതുങ്ങാം. എന്നാൽ ഇവിടെ ഈ ഗബ്രിയേൽ ദൂതൻ ഈ ദൂത് കൊടുക്കുമ്പോൾ 21 ദിവസം ഗബ്രിയേൽ ദൂതനെ തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഭാഗമെടുത്ത് ധ്യാനിച്ചപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദൂതന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധ്യമല്ല. 2 രാജാക്കന്മാർ 19-ന്റെ 31, ഞാൻ വാക്യങ്ങൾ പറയുന്നത്, ദൈവദാസന്മാർ പലരും എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വാക്യങ്ങൾ നോട്ട് ചെയ്യുകയും ഈ ഭാഗങ്ങളൊക്കെ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നതും എനിക്കറിയാം. അതുകൊണ്ട് വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പിന്നീട് വായിക്കുക. ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞു പോവുകയാണ്. 2 രാജാക്കന്മാർ 19-35 അശൂർ വന്ന് ഇസ്രയേലിനെ വളഞ്ഞു കിടക്കുക. അസ്രിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖ്, സിറിയ, ഇറാന്റെ പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളാണ് പുരാതന അസ്രിയ എന്ന് പറയുന്നത്. അസ്രിയൻ എംപയർ വന്ന്, അവരുടെ സൈന്യം വന്ന് ഇസ്രയേലിനെ വളഞ്ഞു കിടക്കുമ്പോൾ ഒരു രാത്രിയിൽ ഒരു ദൂതന്മാരല്ല, ഒരു ദൂതൻ വന്ന് അശൂർ പാളയത്തിലെ സൈന്യത്തെ കൊല്ലുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നു, ഒരു രാത്രി കൊണ്ട് 1,85,000 പടയാളികളെ കൊല്ലുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയും. 2 രാജാക്കന്മാർ 19-35 വായിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഒരു ദൂതൻ, നമ്മൾ വായിക്കുന്നത് 1,85,000 സൈന്യത്തെ കൊന്നുകളഞ്ഞു. ഞാൻ ആ ഭാഗവുമായിട്ട് അല്പം ഇരുന്ന് നോക്കി. ഒരു രാത്രിയിൽ ഒരു 10 മണിക്കൂർ ഉണ്ടെന്നിരിക്കട്ടെ,
10 മണിക്കൂറുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ 18,500 ആളുകളെ കൊല്ലണം. 1 മിനിറ്റിൽ ഏതാണ്ട് 315 ആളുകളെ കൊല്ലണം. സാധാരണ മനുഷ്യന് സാധ്യമല്ല. ഒരു മനുഷ്യന് 1 മിനിറ്റിൽ 315 പേരെ ഒന്നും കൊല്ലാനൊക്കില്ല. നമ്മൾ ഓർക്കണം, അങ്ങനെയാണെങ്കിൽ ഈ ദൂതന്റെ ശക്തി എത്ര വലുതാണ്. ഒരു രാത്രി കൊണ്ട് 18,500 പേരെ കൊല്ലാൻ കഴിഞ്ഞു ഒരു ദൂതൻ. ദൈവം തന്നിട്ടുള്ളപ്പോൾ നമുക്കത് ചിന്തിപ്പാനായിട്ട് കൂടെ സാധിക്കുന്നു. എന്നാൽ ഇവിടെ നോക്കുക, ഈ ദൂതന്മാരുടെ പ്രധാനികളിൽ ഒരാളാണ് ഗബ്രിയേൽ. ഈ ഗബ്രിയേൽ ദൂതനെ സ്വർഗത്തിൽ ഈ ദൂതുമായി പറഞ്ഞ് വിട്ടപ്പോൾ അവനെ തടസ്സപ്പെടുത്തുവാൻ 21 ദിവസം തടസ്സപ്പെടുത്തി. പിന്നീട് നമ്മൾ വായിക്കുന്നു, ഈ ദൂതുമായിട്ട് അവൻ വരുന്നത് മീഖായേൽ പ്രഭു അല്ലെങ്കിൽ മീഖായേൽ ആർക്കേഞ്ചൽ പ്രധാന ദൂതൻ വന്ന് ഗബ്രിയേലിനെ സഹായിക്കുകയാണ്. അതിന്റെ 13-ാം വാക്യം, 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടിട്ട് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചേ. ഗബ്രിയേൽ ദൂതൻ വന്നിട്ടാണ് മീഖായേൽ ദൂതൻ വന്നിട്ടാണ് ഗബ്രിയേൽ ദൂതനെ അയക്കുന്നത്. അവള് ഈ ദാനിയേൽ വെളിപ്പാടുമായി വന്ന ഗബ്രിയേൽ ദൂതനെ തടസ്സപ്പെടുത്തിയ ദൂതന്റെ ശക്തി എത്ര വലുതായിരിക്കും. പക്ഷെ അവിടെ ഒരു പേരെ പറഞ്ഞിട്ടുള്ളൂ, പാർസി രാജ്യത്തിന്റെ പ്രഭു. ഇവിടെയാണ് എന്നെ ചിന്തിപ്പിച്ചത്. നോക്കിയ, പാർസി രാജാവെന്ന് പറയുന്നുണ്ട് 1-ാം വാക്യത്തിൽ. പക്ഷെ ഇവിടെ പറയുന്നു പാർസി രാജ്യത്തിന്റെ പ്രഭു, ആ രാജ്യത്തിന് അസൈൻ ചെയ്ത പ്രഭു. ഏതാണ് ഈ പാർസി രാജാവ്? പാർസി രാജ്യം ഏതാണ്? നമ്മൾ ഓർക്കണം, പേർഷ്യയാണ്, ഇന്നത്തെ ഇറാനാണ്. അപ്പോൾ ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ചേ, ഇറാനോട് ഉള്ള ബന്ധത്തിൽ അസൈൻ ചെയ്തിരിക്കുന്ന ഈ പൈശാചിക ശക്തി എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയാണ്. ചെറിയ ശക്തിയല്ല, വലിയ ശക്തിയാണ്. നോക്കുക, ഇറാന്റെ മേലുള്ള പൈശാചിക ശക്തി. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഭൂമിയിലെ ഭരണകർത്താക്കളെ നിയന്ത്രിക്കുന്നത് ദുരാത്മാക്കളാണ്. നമ്മൾ എഫേസ്യ ലേഖനം 6:12 ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, ഇംഗ്ലീഷിൽ വായിച്ചാൽ നമ്മൾ എഗെയിൻസ്റ്റ് ദ റൂളേഴ്സ് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദ ഏജ്. അതായത് കുറച്ചുകൂടെ വെളിച്ചം എനിക്ക് ലഭിച്ചു. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരാത്മാവിനെ അനുസരിച്ച് നടന്നു. എഫേസ്യ ലേഖനം 2:2 വായിക്കുന്നു, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. നമ്മളും രക്ഷിക്കപ്പെടാത്തവരൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരാത്മാവിന് വിധേയപ്പെട്ടിരുന്നു. അവരെ കുറിച്ചാണ് എഫേസ്യർ 2:2 വായിക്കുന്നത്, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ലോക ഭരണകർത്താക്കളുണ്ടല്ലോ, ആ ഭരണകർത്താക്കളെ നിയന്ത്രിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതാണ് എഫേസ്യർ 6:12 ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളുണ്ട്. അങ്ങനെ പാർസി രാജാവായ കോരശിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പാർസി രാജ്യത്തിന്റെ പ്രഭു. ആലോചിച്ച് നോക്കിയേ, നമ്മളിത് പല ഭാഗങ്ങളിൽ വായിക്കുന്നു. എനിക്ക് മറ്റു വേദഭാഗങ്ങൾ എടുത്തും തെളിയിച്ചു തരാൻ കഴിയും. 26, 27, 28 നമ്മൾ കാണുന്നുണ്ട്. അവിടെ സോർ എന്ന് പറയുന്ന, ടയർ എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണമാണ് ലെബനോന്റെ. ആ തുറമുഖ പട്ടണത്തെ കുറിച്ച് 26-ാം അധ്യായത്തിലും 27-ാം അധ്യായത്തിലും 28-ാം അധ്യായത്തിലും പറയുന്നു. എന്നാൽ 28-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ സോർ രാജാവിന്റെ പുറകിലും ഒരു സോർ പ്രഭു ഉണ്ട്. അവിടെ വളരെ വ്യക്തമായി 28-11 വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ലൂസിഫറാണ്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു, ലൂസിഫറാണ്. അപ്പൊ സോർ രാജാവിന്റെ പുറകിൽ ലൂസിഫർ ആണെന്ന് എസെക്കിയേൽ 28 വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, പേർഷ്യൻ രാജാവിന്റെ, അതായത് ഇന്നത്തെ ഇറാന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി വലിയ ഒരു ശക്തിയാണ്. ആ ശക്തിയുടെ പേരാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു. അവനെ മാറ്റിയിട്ടില്ല, മാറിയിട്ടുമില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ,
ഞാൻ ഈ ഭാഗം അങ്ങ് പെട്ടെന്ന് പറഞ്ഞുവിടാം. നമ്മൾ ഓർക്കണം, നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയും. ഈ നമ്മള് സർവായുധ വർഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ദൈവത്തിന്റെ സർവായുധ വർഗം, ശത്രുവിനോട് പോരാടുവാനുള്ള സർവായുധ വർഗം, എഫേസ്യർ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സാത്താനോട് പോരാടുവാനുള്ള ഒരു ആയുധമാണ് എന്ത്? എഫേസ്യർ 6:18 വായിക്കുന്നുണ്ട്, സകല പ്രാർത്ഥനയിലും യാചനയിലും പോരാടുവാൻ. ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആർമറിൽ ഒരെണ്ണമാണത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എടുത്തു വായിക്കണമെന്നുണ്ട്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യം. 1 തിമോഥെയോസ്, 1 Timothy chapter 2 verse 1 and 2. അവിടെ രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? സാവധാനതയും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം ലഭിക്കാൻ. നമ്മൾ ഓർക്കണം, ഒരു ക്വയറ്റ് ആൻഡ് പീസബിൾ ലൈഫ്, നമുക്ക് വളരെ ക്വയറ്റായിട്ടും ഒരു പീസബിൾ ലൈഫിൽ ലഭിക്കാൻ വേണ്ടി ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥനയുടെ ഫലമായിട്ടല്ലേ അവരൊരു സമാധാനപൂർണമായ ഒരു ഭരണം നമുക്ക് തരുന്നത്. ഇവരെ നമ്മൾ ഓർക്കണം, രക്ഷിക്കപ്പെടാത്തവരാണ്. രക്ഷിക്കപ്പെടാത്തവരുടെ നിയന്ത്രിക്കുന്നത് നമ്മൾ കണ്ടു ഒരു പ്രത്യേക ആത്മാവാണ്. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു സാവധാനതയും സ്വൈരതയുമുള്ള ജീവിതത്തിന് വേണ്ടി, ക്വയറ്റ് ആൻഡ് പീസബിൾ ലൈഫ്. ഞാനും നിങ്ങളും കേരളത്തിൽ നിന്നുള്ളവരാ. നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നവര് അസ്വസ്ഥത അനുഭവപ്പെട്ടിട്ടില്ല. ആഭ്യന്തര കലഹമോ ഒരു യുദ്ധമോ ഒന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, മണിപ്പൂരിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ഓർക്കുക, ഗാസയിലും ലെബനോനിലും ഒക്കെ ജീവിക്കുന്നവരെ കുറിച്ച് ഓർക്കുക, ഇറാനിൽ ജീവിക്കുന്നവരെ കുറിച്ച് ഓർക്കുക. ഈ അവിടെയൊക്കെ ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്നു സാവധാനതയും സ്വൈരതയും ഉള്ള ഒരു ജീവിതം വേണം. കേരളത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ സമാധാനമായി ജീവിക്കാൻ ദൈവം അനുവദിച്ചു. നമ്മൾ ഓർക്കണം, ഈ സാവധാനതയും സ്വൈരതയും ഉള്ള ജീവിതം ലഭിക്കാൻ ഭരണകർത്താക്കൾക്കും രാജാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ പറഞ്ഞു. എന്താ കാരണം? അല്ലെങ്കിൽ ശത്രു ഉണ്ടല്ലോ ഈ ഭരണകർത്താക്കളിലൂടെ പ്രവർത്തിച്ച് നമ്മുടെ സാവധാനതയും സ്വൈരതയും നഷ്ടപ്പെടുന്നു. ഇവിടേക്കാണ് ഞാൻ വിഷയത്തിൽ വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ സാവധാനതയും സ്വൈരതയുമുള്ള ജീവിതത്തിന്റെ എതിരാണ് വിപ്ലവവും അരാജകത്വവും. നിങ്ങൾ മണിപ്പൂരിലെ കാര്യം നോക്കിയേ, എല്ലാം സ്വസ്ഥമായെന്ന് വിചാരിച്ചു. വീണ്ടും മണിപ്പൂർ കലാപത്തിലായി. വീണ്ടും അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നു, വീട് വിട്ട് ഓടിപ്പോകുന്നു, വനാന്തരങ്ങളിൽ പോയി എങ്ങനെങ്കിലും ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടുന്നു. എങ്ങോട്ട് പോകും അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്? അസ്വസ്ഥതയുള്ള ഒരു സാഹചര്യം. ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, കാനഡയിൽ ജീവിക്കുന്ന നിങ്ങളും ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെ വളരെ സമാധാനപൂർണമായി ജീവിക്കുന്നതിന്റെ കാരണം കരുണയുള്ള ദൈവം സാവധാനതയും സ്വൈരതയുമുള്ള ഒരു ജീവിതം തന്നുകൊണ്ടാണ്. നമ്മൾ തിരിച്ച് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടിട്ടില്ല. എന്നാൽ നമ്മളോടൊരു കടപ്പാടുണ്ട്, നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം തിമോഥെയോസിൽ രേഖപ്പെടുത്തി, ആ സാവധാനതയും സ്വൈരതയും ഉള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊരു ആത്മീക പോരാട്ടമാണ് ഈ ഭരണകർത്താക്കളുള്ള ബന്ധത്തിലൂടെ വെളിപ്പെടുത്തിയത്. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം, നമുക്ക് 1917 റഷ്യയിൽ ഒരു വിപ്ലവം ഉണ്ടായി. ആ വിപ്ലവത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും പോകുന്നില്ല. 1917 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടായി. ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടായി 28 വർഷത്തിനുള്ളിൽ അതിന്റെ കണക്കുകൾ പറയുന്നത് ഏതാണ്ട് 30 ദശലക്ഷം 30 മില്യൺ ആളുകളെ അവർ കൊന്നുകളഞ്ഞു. ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ. 1917 കമ്മ്യൂണിസ്റ്റ് വിപ്ലവം റഷ്യയിൽ ഉണ്ടായ ശേഷം സ്വന്തം ജനത്തെ 30 ദശലക്ഷം ആളുകളെ 30 മില്യൺ ആളുകളെ അവർ കൊന്നുകളഞ്ഞു. നിങ്ങൾ അവിടുത്തെ സാഹചര്യം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. എങ്ങനെ സമാധാനമായി ജീവിക്കും? എങ്ങനെ സ്വസ്ഥമായി ജീവിക്കും? ഇതേ സംഭവം നമ്മൾ ഓർക്കണം. 1979 നടന്നു ലോകത്തിന്റെ ഒരു ഭാഗത്ത്. എവിടെയാണ് നടന്നത്? ഇറാനിൽ നടന്നു.
ഇറാൻ 1979 വരെ മുഹമ്മദ് റസ ഷാ എന്ന് പറയുന്ന ഒരു രാജാവാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. മുഹമ്മദ് റസ. ഈ മുഹമ്മദ് റസ ഷാ 1979 ഒരു ഇസ്ലാമിക് വിപ്ലവം അവിടെ ഉണ്ടായതിന്റെ ഫലമായി ഓടിപ്പോയതിന്റെ ഫലമായി നിങ്ങൾ ഓർക്കണം, ഇന്ന് അവിടെ ഭരിക്കുന്നത് ഇന്ന് ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞ ആളുകളാണ്, ഖൊമീനികളാണ്. അത് 79 നടന്നതാണ്. എന്നാൽ 1979 നമ്മൾ ഓർക്കണം, 79 വരെ ഇറാൻ ഇസ്രയേലിനോട് വളരെ സ്നേഹബന്ധത്തിലായിരുന്നു, പാശ്ചാത്യ രാജ്യങ്ങളോട് വളരെ സ്നേഹബന്ധത്തിലായിരുന്നു. ഇറാൻ വളരെ അധികം പുരോഗമിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമായിരുന്നു. അവര് വെസ്റ്റേൺ കൺട്രീസിനോടും അമേരിക്കയോടും ഇസ്രയേലിനോടും വളരെ വളരെ അടുത്ത ബന്ധമായിരുന്നു. എന്നാൽ അതിനൊരു മാറ്റമുണ്ടായത് 79-ലാണ്. അവിടെ നാടുകടത്തപ്പെട്ട അയത്തുള്ള ഖൊമേനി തിരിച്ചു വരുന്നു. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് റസ ഷാ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. ഇന്ന് അവിടെ ഭരിക്കുന്നത് ഈ വിപ്ലവത്തിലൂടെ ഭരണമേറ്റെടുത്ത ഈ അയത്തുള്ളമാരാണ്, അല്ലെങ്കിൽ റിലീജിയസ് ആളുകളാണ്. ഇതിന് പുറകിൽ ആരാ പ്രവർത്തിച്ച്? നമ്മൾ ദാനിയേൽ 10 ഒരു കാര്യം വായിച്ചു. അതിന്റെ പാർസി രാജ്യത്തിന്റെ പ്രഭു, ഇറാന്റെ മേൽ ഭരണം നടത്തുന്ന ഒരു ദുഷ്ടാൽപ പ്രഭു, അവൻ വളരെ ശക്തനാണെന്ന് ദൈവം വെളിപ്പെടുത്തി. എന്തിനാണ് ഈ 1979 ഈ വിപ്ലവം ഉണ്ടായിരിക്കുന്നത്? എന്തിനാണ് ഈ വിപ്ലവം ഉണ്ടായിരിക്കുന്നത്? ഞാൻ ആ വിഷയത്തിലേക്കാണ് ഇനി വരാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കണം, ഇറാനും ഇസ്രയേലും തമ്മിൽ ഏതാണ്ട് 1600 കിലോമീറ്റർ അന്തരമുണ്ട്. 1600 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് അതിരുകളില്ല. ഇസ്രയേലിനും ഇറാനും തമ്മിൽ അതിരുകളില്ല. വളരെ ദൂരെ, 1600 കിലോമീറ്റർ ദൂരെയാണ് ഇറാനും ഇസ്രയേലും. ഇതിന്റെ ഇടയ്ക്ക് ജോർദാനും ഇറാഖും ഇതുപോലെയുള്ള രാജ്യങ്ങളുണ്ട്, സിറിയൊക്കെ. നോക്കുക, പല രാജ്യങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഇറാനും ഈ ഇസ്രയേലും. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ യാതൊരു അതിരുമില്ലാത്ത ഈ ദൂരെ കിടക്കുന്ന ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലിനെ നിഗ്രഹിക്കണം എന്ന് എന്തിനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്? നമ്മൾ ഈ അടുത്ത സമയത്ത് വാർത്തകളിൽ കണ്ടു, അയത്തുള്ള അലി ഖൊമേനിയുടെ ഇപ്പം ഭരിക്കുന്ന ആളിന്റെ സീക്രട്ട് പ്ലാന് ലീക്ക് ചെയ്ത് പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ? എലിമിനേഷൻ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിനെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, ഇസ്രയേലിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇസ്രയേലിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവര് ഈ ഭീകരവാദികളായ ഇസ്രയേലിന്റെ ചുറ്റും കിടക്കുന്ന, നമ്മൾ ഓർക്കണം, ഇസ്രയേലിന്റെ ചുറ്റും കിടക്കുന്ന, ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന ഹെസ്ബുള്ള, ഇസ്രയേലിന്റെ തെക്ക് കിടക്കുന്ന ഹമാസ്, ഇസ്രയേലിന്റെ ഇറാഖിൽ കിടക്കുന്ന ഷിയ മിലിഷ, യമനിൽ കിടക്കുന്ന ഹൂത്തികള്, ഇവരെ എല്ലാം ആം ചെയ്തെടുത്തിരിക്കും. നമ്മൾ നോക്കിയാൽ ഈ ചിത്രം നോക്കിയാൽ അറിയാം. ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്നു ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ളയും, ഇസ്രയേലിന്റെ തെക്ക് കിടക്കുന്നു ഗാസയിൽ നിന്ന് ഹമാസും, ഇസ്രയേലിന്റെ ഓപ്പോസിറ്റില് അല്ലെങ്കിൽ വടക്ക് കിഴക്കായിട്ട് കിടക്കുന്നു ഇറാഖിലാണ് ഷിയ മിലിഷ്യ. സിറിയയിലും അതുപോലെ തന്നെ ഭീകരവാദികൾ ഹെസ്ബുള്ളയ്ക്ക്. ഇതെല്ലാം ആരാണ് പണം കൊടുത്ത് സഹായിക്കുന്നത്? നമ്മൾ ഓർക്കണം, ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന ഈ ലെബനോനിൽ നിന്ന് 2 ലക്ഷം മിസൈലുകളാണ് ഇസ്രയേലിന്റെ നേരെ തിരിച്ചു വച്ചിരിക്കുന്നത്. ഹെസ്ബുള്ള എന്ന് പറയുന്ന രാജ്യം, ഈ ഭീകരവാദികൾ 2 ലക്ഷം മിസൈലുകളാണ് തിരിച്ചു വെച്ചത്. നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ ശേഷം നമ്മൾ വാർത്തകളിൽ ശ്രദ്ധിച്ചു, 19,000 മിസൈലുകൾ ഇസ്രയേലിന്റെ മണ്ണിൽ വീണു. 19,000. കഴിഞ്ഞ ഒക്ടോബർ 1 200 ബാലിസ്റ്റിക് മിസൈലാണ് ഇറാഖിൽ നിന്ന് ഇസ്രയേലിലോട്ട് അയച്ചത്. ലോക ചരിത്രത്തിൽ ഒരു രാജ്യത്തിന് നേരെ ഇങ്ങനെ അയച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഒരു ദിവസം നോക്കുക, ഒക്ടോബർ 1 200 ബാലിസ്റ്റിക് മിസൈല് ഇസ്രയേലിന്റെ നേരെ അയക്കുകയാണ്. ഇസ്രയേലിൽ ആരും മരിച്ചില്ല എന്നുള്ളത് ദൈവത്തിന്റെ കരം, അത് വേറെ ഒരു കാര്യം. എന്നാൽ അവരയച്ചു. ഞാൻ ഓർപ്പിക്കാൻ ഉദ്ദേശിച്ചത്,
അതിരില്ലാത്ത 1600 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന, ഒരു വിധത്തിലും അവരോട് ശത്രു മനോഭാവത്തിലല്ലാത്ത ഈ ഇസ്രയേലിനെ നിഗ്രഹിക്കാൻ എന്തിനാണ് അലി ഖൊമേനിയും ഈ ഇറാനും ഇതുപോലെ ഈ പ്രോക്സീസായ ഹെസ്ബുള്ളയും ഹാമാസിനെയും ഹൂത്തിയെയും ഷിയ മിലിഷ്യയെല്ലാം ആം ചെയ്ത് ഈ രാജ്യവും അതിനായി ഒരുങ്ങിയിരിക്കുന്നത്? ദാനിയേൽ 10 അതിന്റെ മറുപടി പറയും. ഈ പാർസി രാജ്യത്തിന്റെ പുറകിൽ ഒരു പ്രഭുവുണ്ട്. ആ പ്രഭുവിന്റെ പേരാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു. പാർസി രാജ്യത്തിന്റെ പ്രഭു. അവൻ മാറിയിട്ടില്ല. അവൻ ഗബ്രിയേൽ ദൂതനെ 21 ദിവസം തടസ്സപ്പെടുത്തിയെങ്കിൽ ഈ ശക്തനായ ദൂതൻ ഇന്ന് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണം. എന്തിനാണ് ഈ സാത്താന് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യേണ്ടത്? ഞാൻ ആ ഭാഗത്തിലേക്കൊന്ന് വന്നോട്ടെ. വെളിപ്പാട് ദിവസം 12-ാം അധ്യായം എടുത്താണ്. റെവലേഷൻ ചാപ്റ്റർ 12. റെവലേഷൻ ചാപ്റ്റർ 12 ഇസ്രയേലിനെ എന്തിനാണ് ഇവർക്ക് നിഗ്രഹിക്കാൻ ആഗ്രഹം എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ 12-ാം അധ്യായത്തിന്റെ നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 5-ാം വാക്യം, അവൾ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. അവൾ എന്ന് പറയുന്നത് ഇസ്രയേൽ രാഷ്ട്രമാണ്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കണ്ടു. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. ആ സ്ത്രീയാണ് സർവ്വലോകത്തെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടിക്ക് ജന്മം കൊടുത്തത്. ഇത് ഇസ്രയേൽ രാഷ്ട്രമാണ്. യെശയ്യാ പ്രവചനം 9:5 നമ്മൾ 9:6 വായിക്കുന്നു. നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടു. ബഹുവചനമാണ് നമുക്ക്. റോമലേഖനം 9:5 പൗലോസ് രേഖപ്പെടുത്തി, ജഡപ്രകാരവും ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അപ്പോൾ ക്രിസ്തുവിന് ജന്മം കൊടുത്ത രാജ്യമാണ് ആര്? ഈ ഇസ്രയേൽ. ഇസ്രയേലാണ് ക്രിസ്തുവിന് ജന്മം കൊടുത്തത്. ഈ സാത്താന് വളരെ വ്യക്തമായിട്ടൊരു കാര്യം അറിയാം. എന്താ അവൻ അറിയാവുന്ന കാര്യം? ഞാൻ 2 വാക്യങ്ങൾ വായിക്കാം. 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നോക്കിയാട്ടെ. 12-ന്റെ റെവലേഷൻ 12:12. അതായത് സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. ഈ പൈശാചികന്മാരെ അടിച്ച് ഭൂമിയിൽ കളയുമ്പോൾ പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ നടക്കുന്ന സ്വർഗത്തിലെ യുദ്ധത്തിൽ ഈ സാത്താനെയും എല്ലാം അടിച്ച് താഴെ കളയുമ്പോൾ അവനറിയാം അവന് ഇനി അല്പസമയമുള്ളൂ. ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടി രാജ്യത്വം ഏറ്റെടുക്കുമ്പോൾ വെളിപ്പാട് 20-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ അവൻ എന്ത് ചെയ്യും? സാത്താനെ പിടിച്ചു കെട്ടി അഗാധ കൂപത്തിലേക്ക് അടയ്ക്കും. പക്ഷെ ഇവിടുത്തെ വിഷയം നോക്കി അവനറിയാം അവൻ അല്പം കൂടെ സമയമുള്ളൂ എന്ന് മഹോപദ്രവ കാലഘട്ടം. എന്നാൽ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം നിർത്താട്ടെ. മാത്യു ചാപ്റ്റർ 8. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഗദരദേശത്തിലെ ഒരു ഭൂതഗ്രസ്തനെ അഭിമുഖീകരിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനിൽ ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭൂതങ്ങളെല്ലാം കർത്താവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ആ മത്തായിയുടെ സുവിശേഷം 8:29. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്ക് നിങ്ങൾക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. സാത്താൻ എന്താ ചോദിക്കുന്നത്? 2000 വർഷം മുമ്പ് സാത്താൻ ചോദിക്കുക, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? അവർക്കറിയാം അവരെ പിടിച്ചു കിട്ടി. വെളിപ്പാട് 20-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ അവരെ അഗാധ കൂപത്തിൽ കർത്താവ് അടയ്ക്കും മടങ്ങി വരുമ്പോൾ. അപ്പോൾ 2000 വർഷം മുമ്പ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ സാത്താനൊക്കെ ചോദിക്കുന്ന, പിശാചുക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? എന്നാൽ നമ്മൾ കണ്ടു വെളിപ്പാട് ദിവസം 12:12 മഹോപദ്രവ കാലഘട്ടത്തിൽ സാത്താൻ അറിയാം അവൻ ഇനി അല്പകാലമേ ഉള്ളൂ. മഹാക്രോധത്തോടെ അറിയാം. അപ്പൊ സാത്താന് സമയം അറിയാം. ഈ സാത്താന് സമയം അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ വായിക്കുന്നു. അടുത്ത ഭാഗം നോക്കണം. ഇവിടെ വായിക്കുക 13-ാം വാക്യം നോക്കാട്ടെ. റെവലേഷൻ 12:13 വെളിപ്പാട് ദിവസം 12:13 തന്നെ ഭൂമിയിലേക്ക് തെള്ളിക്കളഞ്ഞെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ഈ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കേണ്ട ആൺകുട്ടിക്ക് ജന്മം കൊടുത്തത് ആരാ?
ഈ ഇസ്രയേൽ രാഷ്ട്രമാണ്. അപ്പൊ ഇവിടെ രേഖപ്പെടുത്തി ഇസ്രയേൽ രാഷ്ട്രത്തെ സാത്താൻ ഉപദ്രവിച്ചു തുടങ്ങി. എന്തിനാ അവൻ ഉപദ്രവിച്ചു തുടങ്ങിയത്? അവൻ അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഇവിടെ ദൈവമക്കളായി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. എന്താണെന്നറിയാമോ? നോക്കുക, 1979 വരെ 1979 വരെ ഇസ്രയേലിനോടും പാശ്ചാത്യ ലോകത്തോടും സമാധാനത്തിൽ കഴിഞ്ഞ ഈ ഇറാനിൽ എന്തിനാണ് ഈ വിപ്ലവം ഉണ്ടായത്? ആരാണ് ഈ വിപ്ലവം ഉണ്ടാക്കിയത്? ആ വിപ്ലവം ഉണ്ടാക്കിയത് സാത്താനാണ്. പാർസി രാജ്യത്തിന്റെ പ്രഭുവാണ്. അവിടെ വിപ്ലവം ഉണ്ടാക്കി മതാഷ്ഠിതമായ ഷിയ മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനിഷ്ഠിതമായ ഒരു ഭരണകൂടം അവിടെ കൊണ്ടുവന്നപ്പോൾ അവളുടെ വൈരാഗ്യം മുഴുവൻ ഇസ്രയേലിനെ തുടച്ചു കളഞ്ഞു. എലിമിനേഷൻ ഓഫ് ഇസ്രയേൽ. ഹമാസിന്റെയും ഹെസ്ബുള്ളയുടെയും ഷിയ മിലിഷ്യയുടെയും ഇറാന്റെ ഒക്കെ ലക്ഷ്യം ഇസ്രയേലിനെ പരാജയപ്പെടുത്തണമെന്നുള്ളതല്ല, അവരെ നിഗ്രഹിക്കണം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പദ്ധതിയിട്ട സമയം വാർത്തകളിൽ വന്നു. അന്നത്തെ അവരുടെ പ്രസിഡന്റ് അഹമ്മദ് ജാനി എന്ന് പറഞ്ഞ ഒരുത്തൻ, അഹമ്മദ് ജാനിയാണെന്ന് തോന്നുന്നു, പറഞ്ഞേ ഞങ്ങളെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നത് ഇസ്രയേലിന്റെ നെറുകയിലിടാനാണ്, അവരെ ഇല്ലായ്മ ചെയ്യാനാണ്. വാസ്തവമാണ്. ഇപ്പൊ നമ്മൾ വാർത്ത കേട്ടു, റഷ്യയിൽ നിന്ന് കെമിക്കൽ വെപ്പന് വേണ്ടി, അതായത് കെമിക്കൽ വെപ്പൺസിന് വേണ്ടി ഇറാൻ ഒരുപാട് ശ്രമിച്ചു. പുടിൻ അതിന്റെ ഭീകരത്വം കൊണ്ട് കൊടുത്തില്ല എന്ന് നമ്മൾ വായിക്കുന്നു, നമ്മൾ ന്യൂസിൽ കേട്ടു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ നിഗ്രഹിക്കണം, ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആത്മാവേദ ഞാൻ ഓർപ്പിച്ച പോലെ 1600 കിലോമീറ്റർ അന്തരത്തിൽ കിടക്കുന്ന 2 രാജ്യങ്ങൾ, അവർക്ക് അതിരില്ല. അവർക്ക് ഇസ്രായേലുമായിട്ട് വേറെ ഒരു പ്രശ്നമില്ല. അവർക്ക് പൊളിറ്റിക്കൽ പ്രോബ്ലമോ അവർക്ക് മറ്റ് പ്രശ്നങ്ങൾ അവർക്കില്ല. പിന്നെ എന്തിനാണ് ഈ ഇറാൻ ഇവരെ ഇസ്രായേലിനെ നിഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അതിന്റെ കാരണം 12-ാം അധ്യായം ദാനിയേൽ നമ്മൾ കണ്ടു. ആൺകുട്ടിക്ക് ജന്മം കൊടുത്തത് ഇവളാണ്. അതായത് പൈശാചികനെ പിടിച്ചുകെട്ടി അഗാധകൂപത്തിൽ അടയ്ക്കാൻ പോകുന്ന ദൈവപുത്രന് ജന്മം കൊടുത്ത് അവൻ ഈ ഭൂമിയിൽ വന്നത് ഇസ്രായേൽ രാഷ്ട്രത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ ഇസ്രായേൽ രാഷ്ട്രത്തെ നിഗ്രഹിക്കണം, ഉപദ്രവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരു ഷിയ ഒരു മതസംഹിതയിൽ അധിഷ്ഠിതമായ ഭരണകൂടം അവിടെ വന്നു. നമ്മൾ ഓർക്കണം, ഈ ഷിയ ഭരണകൂടത്തിന്റെ വിശ്വാസം പ്രമാണം നമ്മൾ ഓർക്കുന്നതിനെക്കാട്ടിൽ വളരെ അപകടപൂർണമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? വളരെ വ്യക്തമായി സദൃശവാക്യം 23:7 നിങ്ങൾ വായിച്ചു നോക്കുക. സദൃശവാക്യം 23:7 നമ്മൾ വായിക്കുന്നുണ്ട്. മലയാളം ബൈബിളിൽ ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ കണക്ക് കൂട്ടുന്ന പോലെയാണ്. ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ കണക്ക് കൂട്ടുന്ന പോലെയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ എങ്ങനെയാണെന്ന് അറിയാമോ? For as a man thinketh in his heart, so is he. ഒരു മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്, അതാണ് ആ മനുഷ്യന്റെ പ്രവൃത്തി. ഹിസ് പേഴ്സണാലിറ്റി ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ഇൻ ഹിസ് ഹാർട്ട്. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതാണ് അവന്റെ വ്യക്തിത്വം. അപ്പോൾ ആരെന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കും. ഞാൻ ഓർപ്പിക്കാറുണ്ട്, ഈ കരിസ്മറ്റിക്കുകള് അവർ ഇന്ന് അത്ഭുതം അടയാളം പ്രവർത്തിക്കാൻ അവർ നടക്കുന്നതിന്റെ കാരണം അവർ വിശ്വസിക്കുന്നു ഈ അത്ഭുതം അടയാളം ഒന്നും നിന്നു പോയിട്ടില്ല എന്ന്. അതിനെ ബേസ് ചെയ്താണ് അവരതിന്റെ പുറകെ നടക്കുന്നത്. അപ്പം വാട്ട് യു തിങ്ക് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കും. ഈ ഷിയ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവരുടെ മെഹദി, നമുക്കറിയാം ഷിയയും സുന്നിയും തമ്മിൽ 2 ഇസ്ലാമിക് ചേരിയായി തീരുന്നത് ഒരു വ്യാഖ്യാനത്തോളം ബന്ധത്തിലാണ്. മുഹമ്മദിന്റെ പിൻഗാമികൾ ആരായിരിക്കണമെന്ന് സുന്നി മുസ്ലിങ്ങൾ പറഞ്ഞു. അതിന് യോഗ്യരായവര് ആരാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് പിൻഗാമികളായിട്ടിരിക്കാം. എന്നാൽ ഷിയ മുസ്ലിങ്ങൾ പറഞ്ഞു അല്ല, അദ്ദേഹത്തിന്റെ ഡിസെൻഡൻസ്, അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അദ്ദേഹത്തിന്റെ വംശത്തിൽ നിന്നുള്ളവരായിരിക്കണം. അദ്ദേഹത്തിന് പെൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ.
മുഹമ്മദിന് ആൺകുട്ടികളില്ല, പെൺമക്കളാണ്. അങ്ങനെ അലി എന്ന് പറയുന്ന മരുമകന്റെ ഡിസെൻഡൻസിൽ വന്ന ഒരു ആളാണ് 12ാമത്തെ ഇമാം മഹദി. ഈ 12ാമത്തെ ഇമാം മഹദി ചെറുപ്രായത്തിൽ കാണാതെ പോയി. അദ്ദേഹത്തെ കാണാതെ പോയി, എവിടാണെന്ന് അറിയില്ല. എന്നാൽ അവര് വിശ്വസിക്കുന്നു ഈ 12ാമത്തെ ഇമാം മഹദി അദ്ദേഹം മടങ്ങി വരും, കാലത്തിന്റെ അന്ത്യത്തിൽ തിരിച്ചു വരും. പക്ഷേ തിരിച്ചു വരണമെങ്കിൽ ഒരു കാര്യം ഇവർ ചെയ്യണം. നമ്മളൊക്കെ പറയാറുണ്ട്, കർത്താവിന്റെ വരവിനെ നമ്മൾ ബന്ധപ്പെടുത്തുക, യേശുവിൻ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ വരവിനെ ത്വരിതപ്പെടുത്തുക, ബന്ധപ്പെടുത്തുക എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നു. അതുപോലെ ഷിയകള് കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ലോകത്തിൽ അരാജകത്വം ഉണ്ടാകും, വലിയ കലാപങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, പരിഹരിക്കാൻ അന്ത്യകാലത്തിൽ പ്രത്യക്ഷപ്പെടും ആര്? ഈ 12ാമത്തെ മഹദി. അപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് ലോകത്തിൽ കലാപം ഉണ്ടാകണം, പ്രശ്നങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് ഹാമാസിനെയും ഹൂത്തികളെയും ഈ ഇവരെയൊക്കെ ഹെസ്ബുള്ളയൊക്കെ ഈ പണം കൊടുത്ത്, ആയുധം കൊടുത്ത് ഇവരൊരുക്കുന്നതിന്റെ കാരണം എന്നാണ്? ഈ സർവ്വജാതികളെയും ഇരുമ്പുകോൾ കൊണ്ട് വയ്ക്കേണ്ട ആൺകുട്ടിക്ക് ജന്മം കൊടുത്ത ഇസ്രയേലിനെ നശിപ്പിക്കുമ്പോൾ, എലിമിനേറ്റ് ചെയ്യുമ്പോൾ, അവളെ എതിർക്കുമ്പോൾ, നോക്കുക, ലോകത്തിൽ അരാജകത്വം ഉണ്ടായാൽ 12ാമത്തെ മഹദി മടങ്ങി വന്ന ലോകത്തിൽ സമാധാനം സ്ഥാപിക്കും. ഒരു ഷിയൈറ്റ് കിങ്ഡം ഉണ്ടാക്കും. അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ക്രിസ്തുവും മടങ്ങി വരും. പക്ഷെ ക്രിസ്തു ഇമാം മഹ്ദിയുടെ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിരിക്കും. ഇമാം മഹ്ദിയാണ് പ്രധാനപ്പെട്ട ആള്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ക്രിസ്തുവും മടങ്ങി വരുമെന്നാണ് ഈ ഷിയൈറ്റ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു ഡേഞ്ചറസ് തിയോളജിയാണ്, അപകടപൂർണമായ ഒരു തിയോളജി. ഇത് മറ്റൊരു കാര്യത്തെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. അതായത് നമുക്കറിയാം, ഇനി അന്തിക്രിസ്തു മടങ്ങി വരും, അന്തിക്രിസ്തുവിനോട് കള്ളപ്രവാചകനും ഉണ്ടായിരിക്കും. അപ്പം അന്തിക്രിസ്തു വന്ന് ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുമ്പോൾ ഷിയ മുസ്ലിങ്ങൾ ഏറിയ പങ്കും വിശ്വസിക്കും ഇവർ പറഞ്ഞ ഇമാം മഹദിയാണ് ഈ അന്തിക്രിസ്തു. ക്രിസ്തുവാണ് ഈ കള്ളപ്രവാചകനെന്നും അവരിൽ ഏറിയ പങ്കും കരുതും. അപ്പോൾ വലിയൊരു ഡിസെപ്ഷനിലേക്ക് സാത്താൻ ഇവരെ കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, സാത്താന്റെ ഉത്ഭവം തന്നെ നമുക്കറിയാം. അവന് വഞ്ചന പ്രവർത്തിക്കുന്നവനാണ്, കാപഠ്യം പറയുന്നവനാണ്, മനുഷ്യനെ വഞ്ചിക്കുന്നവനാണ്. അങ്ങനെ ഈ തിയോളജി കൊണ്ട് എത്രയോ ആയിരങ്ങളെ വഞ്ചിച്ചു. റഷ്യയിൽ കമ്മ്യൂണിസം ഉണ്ടായി 1917 ഒക്ടോബറിൽ. ദൈവമില്ല എന്ന് രാജ്യം പ്രഖ്യാപിച്ചതിന്റെ ഫലമായി എത്രയോ ലക്ഷങ്ങൾ നിത്യനരകത്തിലേക്ക് പോയി. ഈ ഷിയൈറ്റ് തിയോളജി മൂലം എത്രയോ ലക്ഷങ്ങൾ നിത്യനരകത്തിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഒരു പാഠം പഠിക്കണം. ഒറ്റ വാക്ക് മതി, നമുക്ക് ഈ ഒരൊറ്റ ചാപ്റ്റർ മതി. ഇന്ന് ഇറാൻ ഇത്ര ശക്തമായി ലോകത്തിൽ പ്രശ്നമായി തീർന്നതിന്റെ കാരണം നമ്മൾ കണ്ടു. പാർസി രാജ്യത്തിന്റെ പ്രഭു, അതായത് ആ രാജ്യത്തിന് അസൈൻ ചെയ്തിരിക്കുന്ന ഈ ദുഷ്ടാത്മാ സേനയുടെ പ്രഭു വളരെ ശക്തനായ ഒരു വ്യക്തിയാണ്. അത് ലോകമനുഷ്യർക്ക് അത് മനസ്സിലാകുന്നില്ല. ദൈവജനത്തിന് അത് മനസ്സിലാക്കുവാൻ കടംപെട്ടവരാണ്. ഞാൻ ഈ ദാനിയേൽ 10 നിന്ന് എൻ്റെ മനസ്സിൽ ഈ ചിന്തകൾ കടന്നു വന്നപ്പോൾ ഞാനതൊരു മെസ്സേജ് ആക്കി, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ 2 സഭകളിൽ മെസ്സേജ് കൊടുത്തു. ഞാൻ ഓർത്തു, നമ്മൾ 11ാം അധ്യായം പഠിക്കുന്നതുകൊണ്ട് 10ാം അധ്യായം ചിന്തിച്ചു കഴിഞ്ഞുകൊണ്ട് ഇതൂടെ എൻ്റെ കേൾവിക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് ഞാൻ ഓർക്കുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുക, വൈ ഇസ്രയേൽ ഈസ് ഇൻ പ്രോബ്ലം? ബിക്കോസ് ഓഫ് ഇറാൻ മൂലം എന്തുകൊണ്ട് ഇസ്രയേൽ ഇന്ന് പ്രശ്നത്തിലായിരിക്കുന്നു? ഡാനിയേൽ ചാപ്റ്റർ 10 അതിന്റെ മറുപടി തരും. പാർസി രാജ്യത്തിന് അസൈൻ ചെയ്ത പ്രഭുവിന് അറിയാം അവനിനി കാലം അധികമില്ല. പൈശാചകൻ അറിയാം, 2000 വർഷം മുമ്പ് അവനറിയാം
സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോ? മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ അറിയാം ഇനി അല്പകാലമേ ഉള്ളൂ എന്ന്. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് അറിയാവുന്നതിലധികം സാത്താൻ അറിയാം കാലമധികം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് അവന്റെ വൈരാഗ്യം യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത ആ ഇസ്രായേൽ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുവാനും, നോക്കുക, അവരുടെ മഹദിയുടെ വരവിനു വേണ്ടി വഴി ഒരുക്കി കൊടുക്കാനും അവർ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിത് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഞാനിവിടെ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും 20-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മള് ദാനിയേൽ 10:20 വാക്യം, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു, എന്തിനെന്ന് നീ അറിയുന്നുവല്ലോ, ഞാനിപ്പോൾ പാർസി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. നമ്മൾ ഓർക്കണം, പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നാണ് 13-ാം വാക്യത്തിൽ. അവനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. ആ 13-ാം വാക്യത്തിന്റെ പ്രയോഗം വളരെ കൃത്യമാണ്. പാർസി രാജ്യത്തിന്റെ പ്രഭു, ആ രാജ്യത്തെ ഭരിക്കുന്ന ദുഷ്ടാത്മാവിന്റെ പേരാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു. അപ്പോൾ ഗബ്രിയേൽ വന്ന് ദാനിയേലിന് ഈ വെളിപ്പാട് കൊടുത്തു. അത് 10, 11, 12 അധ്യായത്തിലെ വിഷയങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഗബ്രിയേൽ പറയുകയാണ്, ഞാൻ മടങ്ങിപ്പോകും, കാരണം അവിടെ മീഖായേല് അവനെ എതിർത്ത് നിർത്തിയിരിക്കുകയാണ്. ഞാൻ അവിടെ ആ സാത്താനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോവുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ പോയ ശേഷം യവന പ്രഭു, യവന സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തിയും വരും. നമ്മള് 11-ാം അധ്യായത്തിന്റെ 3-ൽ വായിച്ചു. അതായത് പേർഷ്യൻ രാജ്യത്തിൽ 3 രാജാക്കന്മാർ കൂടെ ഉണ്ടാകും എന്ന് 2-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസി രാജ്യത്തിന് 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-ാമത്തെ എല്ലാവരിലും അധികം ധനവാനായി ഇരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെടുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും എന്ന് വായിക്കുന്നു. പിന്നെ വിക്രമനായ ഒരു രാജാവ്, പിന്നെ എ മൈറ്റി കിങ് വിൽ അറൈസ്. അത് യവന രാജാവാണ്, അലക്സാണ്ടർ രാജാവാണ്, അലക്സാണ്ടർ ചക്രവർത്തി. നമ്മൾ ഓർക്കണം, ഇവിടെ വെളിപ്പെടുത്തി ദാനിയേല് ഈ പറയുമ്പോൾ പാർസി രാജ്യത്തിന്റെ കോരശ് ഭരിക്കുന്ന കാലമാണ്. സൈറസ് കഴിഞ്ഞിട്ട് കാംബിസിസ് വന്നു, നമ്മള് സെമിറേസ് വന്നു, ദാര്യവേഷ് വന്നു, അഹശ്വേരോഷ് വന്നു. 4ാമത് വന്നത് അഹശ്വേരോഷാണ്. അഹശ്വേരോഷ് വളരെ ധനികനും വളരെയധികം സൈന്യമുള്ള ആളായിരുന്നു. അദ്ദേഹം ഗ്രീക്ക് രാജ്യം പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടായി, പക്ഷേ തനിക്കത് സാധിച്ചില്ല. പക്ഷേ അതിന്റെ ഫലമായിട്ട് 3-ാം വാക്യത്തിൽ വായിക്കുന്നു, വിക്രമനായ മൈറ്റി കിങ്, ഈ യവന സാമ്രാജ്യത്തിന്റെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേറ്റു, അലക്സാണ്ടർ ചക്രവർത്തിയാണ്. പക്ഷേ ദാനിയേൽ 10:30 നമ്മള് ആ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ യവന പ്രഭു എന്നാണ് പറഞ്ഞത്. അലക്സാണ്ടറിന്റെ പുറകിൽ പ്രവർത്തിച്ച സ്പിരിറ്റാണ് ആ യവന പ്രഭു എന്നുള്ളത് കാണുക, യവന പ്രഭു. എന്നാൽ നമ്മൾ കണ്ടു, അവൻ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്നു പോകും. അതിന്റെ ശേഷം ആ രാജ്യം തകർന്ന് ആകാശത്തിന് 4 കാറ്റിനെ ഭേദിച്ചു പോകും. നമ്മൾ കണ്ടു അലക്സാണ്ടറിന്റെ സാമ്രാജ്യം. നേരത്തെ 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടു, അലക്സാണ്ടറിന്റെ സാമ്രാജ്യം അവന്റെ സന്തതികൾക്ക് പോകാതെ തകർന്നു പോയതിന്റെ ഫലമായി 4 ജനറൽമാർ അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തെ ഭാഗിച്ചെടുത്തു. മാസിഡോണിയ, ആസിയ മൈനർ, ഈജിപ്റ്റ്, സിറിയ, ഇങ്ങനെ 4ആയി ഭാഗിച്ചെടുത്തു. ഇനി നമ്മള് 5 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ഈ 4ആയി ഭാഗിക്കപ്പെട്ട അലക്സാണ്ടർ സാമ്രാജ്യത്തിൽ 2 രാജ്യങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടാകും. ആരാണ് 2 രാജ്യം? 1 ഇസ്രയേലിന്റെ തെക്ക് കിടക്കുന്ന ഈജിപ്തും, 2 ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന സിറിയയും. ഈ 11-ാം അധ്യായത്തിന്റെ 5 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ്, ഇസ്രയേൽ ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്, അതിന്റെ തെക്ക് കിടക്കുന്നത് ഈജിപ്റ്റാണ്. അപ്പൊ തെക്കേ ദേശത്തിലെ രാജാവ് എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റാണ്. ഈജിപ്റ്റ് ഭരിച്ച രാജാക്കന്മാർക്ക് ടോളമീസ് എന്ന് പറഞ്ഞപ്പോൾ വടക്ക് കിടക്കുന്ന 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വടക്കേ ദേശത്തിലെ രാജാവ് സിറിയയാണ്. സിറിയയിൽ ഭരിച്ചത് സെലൂക്കസ് ഭരണകൂടം, സെലൂക്കസ് പിൻഗാമികൾ.
സെലൂക്കസ് ഭരണകൂടം ഇസ്രയേലിന്റെ വടക്ക് കിഴക്കുന്ന സിറിയയിൽ നിന്നും ഇസ്രയേലിന്റെ തെക്ക് കിഴക്കുന്ന ഈജിപ്തിൽ നിന്ന് ടോളമീസിന്റെ ഭരണവും, ഈ രാജ്യങ്ങൾ തമ്മില് 5-ാം വാക്യം തുടങ്ങി ഏതാണ്ട് 34 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഡാനിയൽ ചാപ്റ്റർ 11 വേഴ്സസ് 5 to 34 നമ്മൾ വായിക്കുമ്പോൾ ഈ തെക്ക് കിടക്കുന്ന ഈജിപ്തും വടക്ക് കിടക്കുന്ന സിറിയയും തമ്മിലുള്ള യുദ്ധമാണ്. എന്തിനാണ് ദാനിയേലിന് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്? ദാനിയേലിന് ഇത് വെളിപ്പെടുത്തി കൊടുത്തതിന്റെ ഒരു കാരണമുണ്ട്. ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന സെലൂക്കസ് ഭരണകൂടമായ സിറിയയുടെ ഭരണകർത്താക്കളും നമ്മൾ അവിടെയാണ്, അവരെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അന്ത്യോക്യസ്, എഫിഫാനസ്, അന്ത്യോക്യസ്, ഇങ്ങനെയൊക്കെ വായിക്കുന്ന ആ ഭരണകൂടങ്ങളൊക്കെ സിറിയയുടെ ഭാഗത്തുനിന്ന് വന്നതാണ്. എന്നാൽ മറുഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ ടോളമീസ് ഭരണകൂടമാണ്. എന്തിനാണ് ദാനിയേലിന് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്? എന്തിനാണ് തിരുവചനത്തിൽ ഈ 11-ാം അധ്യായത്തിന്റെ 5 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയത്? അത് ദാനിയേലിന്റെ ജനത്തെക്കുറിച്ചുള്ള വിഷയമാണ്. എന്താ അങ്ങനെ പറയുന്നത്? ഈ 2 രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ എവിടെ കിടന്നാ യുദ്ധം ചെയ്യുന്നത്? ഇസ്രയേലിന്റെ മണ്ണിലാ യുദ്ധം ചെയ്യുന്നത്. നോക്കുക, ഈ സിറിയയ്ക്കും ഈജിപ്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഏത്? സിറിയയ്ക്കും ഈജിപ്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഇസ്രയേൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ ഈ ഇസ്രയേലിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആനകളെ ഒക്കെ കൊണ്ടുവന്നാണ് അന്ന് യുദ്ധം ചെയ്യുന്നത്. നോക്കിയേ, പരിചയം ശ്രദ്ധിച്ച 10-70 ആനയൊക്കെ ഒരു രാജാവ് കൊണ്ടുവന്ന് യുദ്ധം നടത്തുമ്പോൾ ഈ ഇസ്രയേലിൽ കൂടി ഈ ആനകളൊക്കെ ചവിട്ടി മെതിച്ച് തകർത്ത് പോകുമ്പോൾ സഫർ ചെയ്യുന്ന ആരാണ്? ഇസ്രയേലാണ് സഫർ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ 5 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ 200 years ഓഫ് ഹിസ്റ്ററിയാണ്. ചരിത്രത്തിൽ ആശ്ചര്യമായി നടന്ന, സെക്യുലർ ഹിസ്റ്ററിയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന 200 years ഓഫ് ഹിസ്റ്ററിയാണ്. 200 വർഷത്തിന്റെ ചരിത്രമാണ്. ഈ 35-ാം വാക്യം വരുമ്പോൾ എന്നാൽ അന്ത്യകാലം വരെ എന്ന് പറഞ്ഞ് അന്ത്യകാലത്തിന്റെ കാര്യങ്ങൾ പിന്നീട് നമ്മൾ വായിക്കുകയാണ്. 40-ാം വാക്യം വരുമ്പോൾ പിന്നെ അന്ത്യകാലത്ത്. ഇവിടമാണ് ദൈവം പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം. ദാനിയേലിന്റെ ജനത്തിന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു. അത് നമ്മൾ കണ്ടു. ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യം വന്നു. അതിന്റെ ശേഷം നമ്മൾ കണ്ടു 4 രാജാക്കന്മാർ പേർഷ്യൻ സംസാരത്തിൽ ഉണ്ടാകും. 4-മത്തവനായ അഹശ്വേരോശ് വളരെ സൈന്യം കൊണ്ടും അവൻ വളരെ വലുതായിരിക്കും. ഗ്രീക്ക് സാമ്രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ഗ്രീക്ക് രാജാവായ അലക്സാണ്ടർ എഴുന്നേറ്റ് ഭയങ്കരമായ ഒരു വിജയത്തിലേക്ക് ഗ്രീക്ക് സാമ്രാജ്യത്തെ കൊണ്ടുപോകും. ഗ്രീക്ക് രാജ്യത്തെ കൊണ്ടുപോകും. അതൊരു വലിയ സാമ്രാജ്യമായി മാറും. പക്ഷേ ഗ്രീക്ക് സാമ്രാജ്യം അധികം നാള് നിലനിൽക്കില്ല. അലക്സാണ്ടർ പെട്ടെന്ന് മരിക്കും. അലക്സാണ്ടർ കുടുംബത്തിലുള്ളവരെ മുഴുവൻ കൊല്ലും. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം ജനറൽമാർ, സൈന്യാധിപന്മാർ 4ആയി കീറിമുറിക്കും. ആ 4ആയി കീറിമുറിക്കുന്നത് മാസിഡോണിയ, ആസിയ മൈനർ, ഈജിപ്ത്, സിറിയ. അതിൽ ഈജിപ്തിന്റെ സിറിയയുടെയും ചരിത്രമാണ് 5 തൊട്ടുള്ള വാക്യം. കാരണം ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്നു സിറിയ, ഇസ്രയേലിന്റെ തെക്ക് കിടക്കുന്നു. ഇവർ തമ്മിലുള്ള 200 വർഷത്തിന്റെ യുദ്ധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യുദ്ധം. അത് സെക്യുലർ ഹിസ്റ്ററിയിലും വായിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം നമ്മൾ വന്നു. എന്നാൽ അല്പം ഇന്നത്തെ ആ പ്രസന്റ് ഇറാന്റെ സിറ്റുവേഷനൂടെ ദൈവം ഒരു പ്രത്യേക വെളിച്ചം എനിക്ക് 10-ാം അധ്യായത്തിൽ തന്നപ്പോൾ നിങ്ങളോടൊത്ത് പങ്കുവെക്കണമെന്ന് തോന്നി. ഞാനത് പങ്കുവെച്ചു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്ത് ഇറാൻ പ്രശ്നമായി തീർന്നതിന്റെ കാരണം ഇതാണ്. 79-ന്റെ ശേഷമാണ് ആ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുവരെ ഇസ്രയേലുമായിട്ട് സ്നേഹത്തിൽ കഴിഞ്ഞതാണ് ഇറാൻ. മുഹമ്മദ് റസ ഷാ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് ആ സാത്താൻ അറിയാം, അവൻ അന്ത്യകാലമായി, അല്പകാലമേ ഉള്ളൂ, അവനെ ബന്ധിക്കാൻ സമയമായി കഴിഞ്ഞു എന്നുള്ളത് ഗ്രഹിച്ചത് കൊണ്ട് ഇസ്രയേലിന് വിരോധമായി ഈ പൈശാചികൻ ഇറാനെ ഒരുക്കി ഇളക്കിയിരിക്കുകയാണ്. അവസാനം വരുമ്പോൾ മഹോപദ്രവ കാലഘട്ടത്തിൽ എസെക്കിയേൽ 38-ൽ റഷ്യയോട് ചേർന്ന് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കും. നമ്മൾ അതും വായിക്കുന്നുണ്ട്. ഒരു ഭാഗം കൂടെ
ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇറാൻ എന്ത് സംഭവിക്കും എന്നുള്ളതുകൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഇനി നമുക്ക് ഏറ്റവും മുമ്പോട്ടുള്ള ആ 5-ാം വാക്യം തുടങ്ങി ദാനിയേൽ 11:5 തൊട്ട് ഞാൻ ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളൊന്ന് വായിച്ചിട്ട് വരണം. ദാനിയേൽ 11:5 തൊട്ട് 34 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചിട്ട് വരിക. അപ്പോൾ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രഹിക്കാനായിട്ട് കഴിയും. പക്ഷെ ഇറാൻ ഭാവി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. നമുക്ക് ജെറമ്യ പ്രവചനം ഒന്ന് നിർത്താട്ടെ. 49-ാമത്തെ അധ്യായം. യെരമ്യാ പ്രവചനം 49-ാമത്തെ അധ്യായം 34 തൊട്ട് 50 വരെയുള്ള വാക്യം. ദാനിയേൽ പ്രവചനം ക്ഷമിക്കണേ, യെരമ്യാ പ്രവചനം 49-ാം അധ്യായത്തിന്റെ 34 തൊട്ട് 39 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ വായിക്കുന്നു, യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ ഏലാമിനെ കുറിച്ച് യെരമ്യാ പ്രവാചകനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ. ഏലാം എന്ന് പറഞ്ഞാൽ എവിടമാണ്? ഇത് മനസ്സിലാക്കാൻ 1-2 ഭാഗം ഞാൻ പറയാം. എസ്തേറിന്റെ പുസ്തകം വായിക്കണമെന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. പേർഷ്യൻ രാജാവായ അഹശ്വേരോശ്, നമ്മളിപ്പം ചിന്തിച്ചേ ഉള്ളൂ, 4ാമത് ഉത്ഭവിച്ച ഏറ്റവും വലിയ ധനം കൊണ്ടും മറ്റും പ്രബലനായി തീർന്ന രാജാവാണ് അഹശ്വേരോശ്. അഹശ്വേരോശിനെ കുറിച്ച് എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 2 വരെ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, അഹശ്വേരോശ് ശൂശാൻ രാജധാനിയിലായിരുന്നു. ഏലാം രാജ്യത്തുള്ള ശൂശാൻ രാജധാനി. അപ്പോൾ ശൂശാൻ രാജധാനി എന്ന് പറയുന്നത് ഏലാമിലായിരുന്നു. അതെവിടെയായിരുന്നു? പേർഷ്യയിലായിരുന്നു, ഇറാനിലായിരുന്നു. വീണ്ടും നമ്മള് ദാനിയേൽ 8:2 നോക്കിയാട്ടെ. ദാനിയേൽ 8 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ദാനിയേൽ 8:2 അവിടെയും വായിക്കുന്നുണ്ട്, ശൂശാൻ രാജധാനി അത് ഏലാം സംസ്ഥാനത്തിലായിരുന്നു. അപ്പം ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഏലാമെന്ന് പ്രവചനം പറഞ്ഞിരിക്കുന്ന ജെരമ്യാവ് 40-ാം അധ്യായത്തിന്റെ 34 തൊട്ടുള്ള വാക്യം നോക്കുമ്പോൾ ഏലാം എന്ന് പറയുന്നത് ഇറാന്റെ ഭാഗമാണ്, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇറാൻ. യെസ്, ഇവിടെ കാണുന്നുണ്ട് കണ്ടോ, ഈ മാപ്പിൽ അത് കാണുന്നുണ്ട്. ഇറാന്റെ ഈ പേർഷ്യ എന്ന് പറയുന്നതാണല്ലോ ഇറാന്റെ ഈ ഭാഗമാണ് ഏലാം എന്ന് പറയുന്നത്. ഇവിടെയാണ് ശൂശാൻ രാജധാനിയൊക്കെ ഇവിടെയാണ്. നോക്കുക, വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഏലാം എന്ന് പറയുന്ന പ്രവചനം ഈ പേർഷ്യയോട്, ഇറാനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം ആ മാപ്പിൽ കൃത്യമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രഹിക്കാനായിട്ട് എളുപ്പമാണ്. ഞാൻ ആ ഭാഗത്തിന്റെ പ്രവചനം നിങ്ങൾ വായിച്ചു നോക്കുക. ഇറാൻ എന്ത് സംഭവിക്കും? ഇവരെ ആഗോളമായി ഈ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഇന്നുവരെ നിവർത്തിച്ചിട്ടില്ല. ഇത് നിവർത്തിക്കും. ഇസ്രായേലിനോടുള്ള ഈ വൈരാഗ്യം മൂലം ഇത് നിവർത്തിക്കപ്പെടും. 1:36 വാക്യം നോക്കിയേ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന് 4 ദിക്കിൽ നിന്ന് 4 കാറ്റ് വരുത്തി, എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും. ഏലാമിന്റെ ഭൃഷ്ടന്മാർ ചെല്ലാത്തൊരു ജാതി ഉണ്ടായിരിക്കില്ല. ആഗോളമായി അവരെ ചിതറിക്കും. കണ്ടോ, അവർ ചെന്നു ചേരാത്ത ജാതികൾ ഉണ്ടായിരിക്കില്ല. ഇറാനിലുള്ള ഈ ആളുകളെ ലോകത്തിൽ ആകമാനം ചിതറിക്കും. 37-ാം വാക്യം നോക്കിയേ. അവിടെ വായിക്കുന്നുണ്ട്, ഏലാമ്യരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ, അവരുടെ പ്രാണഹാനി വരുത്താൻ നോക്കുന്ന മുമ്പിൽ ഭ്രമിപ്പിക്കും, പേടിപ്പിക്കും. ഇപ്പോഴേ നമ്മൾ അറിയാം ഇസ്രായേൽ എപ്പോൾ ആക്രമിക്കും എന്നുള്ള ഭയത്തിൽ അവർ കഴിയുകയാണ്. എന്നാൽ ശത്രുക്കളുടെ മുന്നിൽ ശരിയായി പേടിപ്പിക്കും. പിന്നീട് അനർത്ഥം വരും. 37-ാം വാക്യം വീണ്ടും വായിക്കുന്നു, പിന്നാലെ വാളയക്കും. 38-ാം വാക്യം, ഞാൻ എന്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിക്കും, അവിടെ ഭരിക്കുന്നവരെയും അതോട് ചേർന്നുള്ളവരെയും നശിപ്പിക്കും. അപ്പോൾ ഇറാന്റെ ഭരണകൂടത്തെ നശിപ്പിക്കും, ആ ഭരണകൂടത്തിന്റെ ഭരണകർത്താക്കളെ നശിപ്പിക്കും, അവരെ ലോകത്തിൽ ചിതറിക്കും, അവരെ ഭയം കൊണ്ട് നിറയ്ക്കും. ശത്രുക്കളെ കൊണ്ടുള്ള ഭയം കൊണ്ട് നിറയ്ക്കും. ഇത് ഏലാം എന്ന് പറഞ്ഞാൽ ഇറാനെ കുറിച്ചുള്ള പ്രവചനമാണ്. അത് ഭാവിയിൽ നടക്കട്ടെ. ഇത് ഇതുവരെ നടക്കാത്തൊരു പ്രവചനമാണ്. ഇത് നടക്കും. ദൈവജനം പറഞ്ഞിരിക്കുന്നത് കൃത്യമായി നടക്കും. ഞാനിവിടെ നിർത്തട്ടെ. നമ്മള് ഈ പേർഷ്യൻ രാജ്യം കഴിഞ്ഞിട്ട് അലക്സാണ്ടർ സാമ്രാജ്യം
നാലായി കീറി മുറിക്കപ്പെട്ടു. അതിൽ തെക്ക് കിടക്കുന്ന ഈജിപ്തും വടക്കുള്ള സിറിയയും തമ്മിലുള്ള പോരാട്ടം 11-ാം അധ്യായത്തിന്റെ ദാനിയേൽ 11-ന്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇന്ന് ചിന്തിച്ചതും പ്രാധാന്യതയുള്ളത് കൊണ്ട് നിങ്ങൾ വീണ്ടും അയവിറക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.